തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി പ്രൊഫസർ ഡോക്ടർ ഹാരിസിനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ വലിയ ചർച്ചാ വിഷയമായി കേരളത്തിൽ. അദ്ദേഹം ചെയ്ത തെറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി പ്രൊഫസർ ഡോക്ടർ ഹാരിസിനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ വലിയ ചർച്ചാ വിഷയമായി കേരളത്തിൽ. അദ്ദേഹം ചെയ്ത തെറ്റ് ഉപകരണക്ഷാമം മൂലം പല ശസ്ത്രക്രിയകളും മാറ്റിവെക്കേണ്ടി വന്നു എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു. അത് വാർത്തയായി. കഴിഞ്ഞ 2 വർഷമായിട്ട് രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെളിയിലേക്ക് പറഞ്ഞതാണ് അദ്ദേഹത്തിന് ശത്രുപക്ഷത്തെ ആരോഗ്യവകുപ്പും അതിൻ്റെ മേലധികാരികളും കണ്ട് അദ്ദേഹത്തെ വിക്ടിമൈസ് ചെയ്യാൻ ശ്രമിച്ച ഒരു സംഭവം കേരളത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതേപ്പറ്റി ധാരാളം ചർച്ചകൾ ചാനലിൽ വന്നു. പക്ഷേ അദ്ദേഹം മാനസിക സമ്മർദ്ദം മൂലം ഈ യൂറോളജി പ്രൊഫസർ ഒരാഴ്ചയോളം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി വിഭാഗത്തിൽ അഡ്മിറ്റായി. നമ്മൾ ഇതേപ്പറ്റി ഡോക്ടർ ഹാരിസിൻ്റെ ഈ മാനസിക സമ്മർദ്ദവും അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങളും നോക്കുമ്പോൾ ഇതേ അനുഭവം നമുക്ക് കണ്ണൂരൊരാൾക്കുണ്ടായി. എ ഡി എം നവീൻ ബാബുവിൻ്റെ അവസ്ഥ, അതേ അവസ്ഥ ഇവിടെ ഉണ്ടായി. നവീൻ ബാബു പിന്നീട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നെങ്കിലും അതൊരു കൊലപാതകമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സർക്കാരിനെതിരായി അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിനെതിരായി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് സത്യമായാലും അത് കള്ളമായാലും ശരി, ആ പറയുന്ന ആളെ ക്രൂശിക്കുന്നതാണ് കേരളത്തിൽ കാണുന്നത്. നവീൻ ബാബുവിനെ ക്രൂശിക്കപ്പെട്ടു, അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇവിടെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ 2 വർഷമായി ഓപ്പറേഷന് മൂലം കഷ്ടപ്പെടുന്ന രോഗികൾക്ക് വേണ്ട സഹായം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം പല ഉപകരണങ്ങളും അവിടെ ഇല്ല. കാരണം യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും അടിയന്തരമായി വേണ്ടത് മോസിലോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ഉപകരണമാണ്. അതുകൊണ്ടാണ് യൂറോളജിയിലെ വേദന അനുഭവിക്കുന്നവരുടെ ഏത് ഭാഗത്താണ് എവിടെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള സാധിക്കുന്ന ഒരു ഉപകരണമാണ്. ആ ഉപകരണം ഇപ്പോൾ 2 വർഷമായിട്ട് അത് സർവീസ് ചെയ്യാതെയും അങ്ങനെയുള്ള കാര്യത്താൽ സർവീസ് ചെയ്താൽ 2 ലക്ഷം രൂപ ആകും എന്ന് ഡോക്ടർ ഹാരിസ് കണ്ടെത്തി. അങ്ങനെ ഒരു സാധനം, അത് 14 ലക്ഷം രൂപയുടെ സാധനമാണ്. അത് ഇപ്പോൾ സർവീസ് ചെയ്ത് നോർമൽ ആക്കണമെങ്കിൽ 2 ലക്ഷം കൂടെ വേണ്ടി വരും. അദ്ദേഹം അത് ശ്രമിച്ചു നോക്കി, അതിനുള്ള ഫണ്ടില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറി. ആരാണ് ഈ ഡോക്ടർ ഹാരിസ്? അദ്ദേഹം വളരെ സാത്വികനായ, വളരെ ക്ഷമയുള്ള, വളരെ മൈൽഡ് ഹൃദയമുള്ള, കൈക്കൂലി വാങ്ങാത്ത, രോഗികളോട് സഹാനുഭൂതിയുള്ള, അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി ത്യജിക്കുന്ന വ്യക്തിത്വമുള്ള ഡോക്ടർ ഹാരിസ്. അദ്ദേഹം തിരുവനന്തപുരം മണക്കാട്ടാണ് താമസിക്കുന്നത്, മെഡിക്കൽ കോളേജ് വരുന്നത്. അവിടെയുള്ള രോഗികളുടെ വിഷമതകളും പ്രയാസങ്ങളും, പ്രത്യേകിച്ച് യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ വേദനകളുടെ പൊളയുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാർ. അവർക്ക് സമാശ്വാസം കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ള മരുന്ന് കൊടുക്കാൻ, അവരുടെ പരിശോധന നടത്താനുള്ള ഉപകരണങ്ങളൊക്കെ 2 വർഷമായിട്ട് അവിടെ ഇല്ല എന്ന് പറയാം. കാരണം അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ആരാണ്? ഒന്നെങ്കിൽ DME, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, പിന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പള്, പിന്നെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്. ഇവരല്ലേ അത് എത്തിച്ചു കൊടുക്കേണ്ടത്. അവരെ നിരന്തരമായിട്ട് കേണപേക്ഷിച്ചിട്ട് സാധനമൊന്നും കിട്ടിയില്ല. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ DME ഡോക്ടർ KV വിശ്വനാഥൻ, അദ്ദേഹത്തിൻ്റെ 2 ശിങ്കിടികളെന്ന് പറയേണ്ടി വരും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും അവിടുത്തെ സൂപ്രണ്ടും. അദ്ദേഹം പറയുന്നത് മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ.
അങ്ങനെ ഈ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനുമാണ്. അത് ചെയ്തില്ല, അവർക്ക് സാധിച്ചില്ല. ഫണ്ടില്ല എനിക്കാം. പക്ഷേ DME ഈ കാര്യം തുറന്നു പറഞ്ഞതിൽ അദ്ദേഹത്തിന് അല്പം ക്ഷീണമുണ്ട്. അത് ഇദ്ദേഹത്തിനെ, ഡോക്ടർ ഹാരിസിനെ ക്രൂശിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത്. അതനുസരിച്ചുള്ള കരുനീക്കങ്ങൾ നടത്തി. ആരോഗ്യവകുപ്പ് മന്ത്രി ഇദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രസ് കോൺഫറൻസ് നടത്തി, അല്ലെ പത്രക്കാരോട് പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഇങ്ങനെ പറഞ്ഞത് സർക്കാരിനും ആരോഗ്യവകുപ്പിനും വലിയ ക്ഷീണമായി പോയി. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല, ഉള്ള സത്യം വിളിച്ചു പറയാൻ പാടില്ല. അതുകൊണ്ട് ഡോക്ടർ ഹാരിസിനെ ക്രൂശിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് അദ്ദേഹത്തിനെതിരായിട്ടൊരു നടപടി. എങ്ങനെയാണ് അത് തുടങ്ങി വെച്ചതെന്ന് നമ്മൾ നോക്കുമ്പോൾ, ഈ യൂറോളജിയിലുള്ള മോസിലോസ്കോപ്പ് എന്ന സാധനം അത് അടിച്ചുമാറ്റി എന്നൊരു എവിഡൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി. അത് ഇദ്ദേഹം കടത്തിയോ അല്ലെങ്കിൽ ഇദ്ദേഹം ഒളിച്ചു വെച്ചോ എന്നാക്കി. അദ്ദേഹത്തിന്റെ മുറിയിലെ രാത്രിയിലെ ആരോ നടന്നു പോകുന്ന CCTV ദൃശ്യത്തിൽ കണ്ട് ഈ ആരോപണത്തിന് ശേഷം അദ്ദേഹത്തിനെ തളർത്തുക എന്ന് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. വളരെ സാത്വികനായ അദ്ദേഹം മാനസികമായി തകർന്നു. താൻ ഈ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് തനിക്കെതിരായിട്ട് കൂരമ്പുകൾ വന്നു തുടങ്ങി. തന്നെ വിക്ടിമൈസ് ചെയ്യാൻ അവിടെ ഒരു ശ്രമം നടന്നു. ഈ ഒരു സാധനം അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് വരുത്തി തീർത്തു. അങ്ങനെ ഒരു ധ്വനി പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ അതായിരുന്നില്ല. അതിന് പകരം ഈ സാധനം അടിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചുകൊണ്ട് വെച്ചതായിട്ടൊരു രേഖ ഉണ്ടാക്കുകയാണ്. അതാണ് CCTV ദൃശ്യത്തിൽ ഒരാൾ അങ്ങോട്ട് നടക്കുന്നത്, കാലുഭാഗം മാത്രം കാണിച്ചു. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള വലിയ ജൽപ്പനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരാളെ ക്രൂശിക്കുകയാണ്, മാനസികമായി ക്രൂശിക്കുന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തളർന്നുപോയി. ശുദ്ധഹൃദയനായ ഡോക്ടർ ഹാരിസ് തളർന്നുപോയി. മാനസിക സംഘർഷത്തെ കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയും അവിടുത്തെ DME മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറും ഇദ്ദേഹത്തിന്റെ മേലധികാരിയായ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പള്, അവിടുത്തെ സൂപ്രണ്ട് ഇദ്ദേഹത്തിനെ ക്രൂശിക്കുന്നതിന്റെ ഭാഗമായി കളവായിട്ടൊരു ആരോപണം കൊണ്ടുവന്നു. ആ ആരോപണം അവസാനം ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പം പൊളിഞ്ഞു. എന്തിനാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നത്? അവരുടെ ജോലിയുടെ ഭാഗമല്ലല്ലോ. അതെന്തെങ്കിലും ഉണ്ട്, DME പറഞ്ഞോട്ടെ. പക്ഷേ പ്രസ് കോൺഫറൻസ് നടത്തിയപ്പം മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാൻ തുടങ്ങിയപ്പം DME അത് കണ്ടിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്ന മൊബൈലിൽ കൂടെ നമ്മൾ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പളും ഈ കോൺഫറൻസ് നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലായി. അത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം കണ്ടു. ഇവർ പ്രസ് കോൺഫറൻസ് നടത്തി വലിയ പരിചയമൊന്നുമില്ല, അതുകൊണ്ട് ചില തെറ്റുകളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് താൻ അതിനകത്ത് ഇന്റർഫിയർ അവരെ മൊബൈലിൽ വിളിച്ചു പ്രസ് കോൺഫറൻസ് സമയത്ത്. അപ്പൊ ആരുടെ ആവശ്യത്തിനാണ് ആ പ്രസ് കോൺഫറൻസ് നടത്തിയത്? അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് വേണ്ടി. അതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ നല്ല പിള്ളയാകണം. അതുകൊണ്ട് ഒരു കള്ളക്കഥകളൊക്കെ പറഞ്ഞു വെച്ചു. ഇവിടുത്തെ സാധനം അടിച്ചു മാറ്റിയിട്ടാണ് ആള് ഈ ഒരു സത്യവാനാണെന്ന് പറഞ്ഞ് വീമ്പിളക്കിയത്. സാധനം അവിടെ ഇല്ല. പക്ഷെ പിന്നീട് അത് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. OPയിലെ സാധാരണഗതിയിലെ ഡോക്ടർ ഹാരിസ് രോഗികളെ പരിശോധിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അത് രോഗികളെ പരിശോധിക്കുമ്പോൾ ഫോൺ വന്നാൽ എടുക്കില്ല. അതേ സമയത്ത് ആ സമയത്ത് ആരോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ മോസ്കിലോസ്കോപ്പ് കാണാനില്ല എന്ന് അത് അന്വേഷിക്കുന്ന ചില വിദ്വാൻമാർ അവിടെ വന്ന് ഇടയ്ക്ക് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അവിടെ ഉണ്ടാവും. അത് നോക്കിയിരിക്കുന്ന ഒരു ജോലി അല്ലല്ലോ ഈ ഡോക്ടർക്ക്. അവിടുത്തെ ഇൻസ്ട്രുമെന്റ് അവിടെ കാണും. അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്റ്റോക്ക് രജിസ്റ്റർ ഒക്കെ ഉണ്ടാവും. അവിടെ ആൾക്കാർ അവിടെ ഉണ്ടാവും. കാരണം ഇദ്ദേഹത്തിന് അത് എടുത്തുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഒന്ന് ചോദിച്ചു വരുത്തിയിട്ട് ഇദ്ദേഹത്തിന് അതിൻ്റെ അത് ഫിക്സ് ചെയ്യാനായിട്ട് അങ്ങ് ശ്രമിച്ചു. അദ്ദേഹത്തിന് സൈക്യാട്രി മാനസിക സമ്മർദ്ദം ഉണ്ടായി. അദ്ദേഹം ഒരാഴ്ച 4-ാം തീയതി മുതൽ
ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അദ്ദേഹം അഡ്മിറ്റായി. സൈക്യാട്രിയാണ് പ്രശ്നം, മാനസിക സമ്മർദ്ദമാണ്. മന്ത്രിയുടെ അവിടെ നിന്നും DMAയുടെ അവിടെ നിന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ അവിടെ നിന്നും അതുപോലെ തന്നെ അവിടുത്തെ സൂപ്രണ്ടിൻ്റെ അവിടെ നിന്നുമാണ് സമ്മർദ്ദങ്ങൾ വരുന്നത്. എന്താണ് സമ്മർദ്ദം? കളവായിട്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം ചാർത്തുകയാണ്. അദ്ദേഹം ആടിപ്പോയി. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് ADMന്റെ കാര്യമാണ്. കണ്ണൂരിലെ ADMന് ഇത് തന്നെ അവസ്ഥ വന്നു, മാനസികമായി തകർത്തു. അതിനുശേഷം ട്രെയിനിന് ബുക്ക് ചെയ്ത് ട്രാൻസ്ഫറായി പോകുന്ന ആള് ട്രെയിനിൻ്റെ അവിടെ നിന്ന് മടങ്ങി വന്നത് അവിശ്വസനീയം. കാരണം അദ്ദേഹത്തിന്റെ ഡ്രൈവർ അദ്ദേഹത്തിന്റെ പെട്ടി അദ്ദേഹത്തിന്റെ കോട്ടേഴ്സ് അടച്ചുപൂട്ടി താക്കോല് വാങ്ങിച്ചു. ഇദ്ദേഹത്തിനെ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. അവിടുന്ന് ഇപ്പുറം ഇറങ്ങി എന്നുള്ള കഥ മുതൽ കള്ളക്കഥയാണ്. ആ മനുഷ്യനെ കൊലപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. അതേപ്പറ്റിയുള്ള അബറ്റ്മെന്റ് കമ്മിറ്റി സൂയിസൈഡ് വരെ ചെന്ന് നിന്നുള്ള കാര്യങ്ങൾ പാകപ്പഴ ഉണ്ടായി. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടറിന് കിടപ്പുണ്ട്. അത് പതുക്കി, അതാരും കണ്ടില്ല. ഇൻക്വസ്റ്റ് സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ജഡ്ഡിയുടെ ഭാഗത്ത് ബ്ലഡ് പറ്റി കിടക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്ലീഡിങ് ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നായിരുന്നു ഫോറൻസിക് ഡോക്ടറെ വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ. അങ്ങനെ ആ ബ്ലഡ് എവിടുന്ന് വന്നു? അത് ഇന്നും അവിശ്വസനീയമായ ഒരു കഥയായിട്ട് തന്നെ നിൽക്കുന്നു. പോലീസ് കണ്ടെത്തിയത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ അതേ മാനസികാവസ്ഥയിലേക്ക് ഒരാളെ, യൂറോളജി പ്രൊഫസറെ ആളെ കൊണ്ടെത്തിച്ചു. കള്ളങ്ങൾ മേനഞ്ഞ് അദ്ദേഹത്തെ മാനസികമായി തളർത്തി. അദ്ദേഹം ഹോസ്പിറ്റലായി, സൈക്കാട്രിയുടെ ട്രീറ്റ്മെന്റ് ഒരാഴ്ചയായി. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച് ആരോഗ്യമന്ത്രിയും DMAയും അദ്ദേഹത്തിനെ നേരിട്ട് വന്ന് മുറിയിൽ വന്ന് കണ്ടു. അദ്ദേഹം ഗവൺമെന്റ് ഹോസ്പിറ്റലല്ല പോയത്, അവിടെ അപകടം പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയം തന്നെയാണ്. ADMനെ പോലെ തന്നെ ഒരവസ്ഥയിലേക്ക് ഡോക്ടർ ഹാരിസ് ചെന്നുപെട്ടിരിക്കുന്നു. അദ്ദേഹം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയോണ്ട് മാത്രം, അദ്ദേഹം ഒരു സൈക്യാട്രിയെ കണ്ടുകൊണ്ട് മാത്രം അദ്ദേഹം തിരിച്ചു വന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. അദ്ദേഹം അങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിന് ക്ഷമ പറയാം എന്ന് മനസ്സോടുകൂടി പറയുന്നതും കേട്ടു. അവിടെ ഈ ഓസിലോസ്കോപ്പി കിട്ടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആവശ്യപ്പെട്ടപ്പം ലിത്തോക്ലാസ്റ്റ് പ്രോബ് ആ ഒരു 12 എണ്ണം അവിടെ എത്തിച്ചു. അതും യൂറോളജിയിലെ അടിയന്തരമായി ആവശ്യമുള്ള സാധനമാണ്. എന്തായാലും ADMന്റെ അവസ്ഥയിൽ ഏകദേശം 90% എത്തിയ ഒരു മനുഷ്യനാണ് ഡോക്ടർ ഹാരിസ് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സംസാരം നമ്മൾ കേട്ടു. അദ്ദേഹം പല സന്ദർഭത്തിലും പത്രക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോഴുള്ള സംസാരത്തിന്റെ സ്ട്രെങ്ത് നമുക്കറിയാം. ഇപ്പം വളരെ മൈൽഡായിരിക്കുന്നു സംസാരം. കൊഹറൻ്റായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യന്റെ ജീവന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാവങ്ങളോട്, രോഗികളോട് കരുണ കാണിക്കുകയും തനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ശകലം വീതം തന്റെ വീട്ടാവശ്യം കഴിഞ്ഞ് ബാക്കി അദ്ദേഹം അവർക്ക് മരുന്നായിട്ടും മറ്റു ചില സഹായം എത്തിക്കുന്ന മനസ്സുള്ള വ്യക്തിയാണെന്ന് നമ്മൾ കരുതിക്കണം. അത്ര സ്വാത്വികനായ, സ്കൂട്ടറിൽ വരുന്ന, ഓട്ടോയിൽ വരുന്ന ആ ഒരു വ്യക്തിക്ക് സർവത്രികമായ പിന്തുണ കൊടുക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അദ്ദേഹത്തിന് ആത്മധൈര്യം കൊടുക്കണം. അദ്ദേഹം യൂറോളജിയിലെ ആ സേവനം തുടരട്ടെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് രാജിവെച്ച ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാം. ചെയ്തില്ല. സർക്കാർ അവിടെയാണ് ഏറ്റവും കൂടുതൽ പാവങ്ങൾ വരുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ആ മനുഷ്യനെ, അദ്ദേഹത്തിനെ മാനസികമായി തളർത്തിയ ആരോഗ്യവകുപ്പിലെ വിദ്വാന്മാര് സൂക്ഷിക്കണം. കാരണം അദ്ദേഹത്തിന്റെ അവസ്ഥ, മാനസികാവസ്ഥ അല്പം മോശമാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥയുടെ അദ്ദേഹത്തിനെതിരായിട്ട് നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുവരെ പറഞ്ഞു വച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ചെയ്ത കുറ്റത്തിന് കൃത്യമായ നടപടി വേണ്ടി വരും. DMA മുതൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അവിടുത്തെ പ്രിൻസിപ്പളും അതിൻ്റെ കുറ്റക്കാരാണ്. അവർക്കെതിരായിട്ട് നടപടികൾ വേണം. അതായിരിക്കും ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ കരുതുന്നു. ആരാണ് അദ്ദേഹത്തിനെ മാനസികമായി പീഡിപ്പിച്ച് ഈ ലെവലിൽ കൊണ്ടെത്തിച്ചത്? അതിന് ഉത്തരവാദികളായ എല്ലാവരും. ഇംഗ്ലീഷിൽ എഴുതിയ റിപ്പോർട്ട്, മലയാളത്തിൽ എഴുതിയ റിപ്പോർട്ടും അതൊക്കെ തയ്യാറാക്കിയത് ആര്? മലയാള റിപ്പോർട്ട് മാത്രം അദ്ദേഹം കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് റിപ്പോർട്ട് അദ്ദേഹം കണ്ടിട്ടില്ല എന്നിവിടെ പറയുന്നു വെച്ചു. ഏതായാലും
ആ മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി, മാനസികമായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് നോർമലായി വരട്ടെ. അദ്ദേഹം വീണ്ടും തന്റെ ജോലി തുടരട്ടെ. ശത്രുക്കള് കഴുകനെ പോലെ ചുറ്റും പറക്കുന്നുണ്ട്. അത് നിന്നിട്ടില്ല, അദ്ദേഹത്തിനെ വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു.